ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ്. ചുവടെയുള്ളവയിൽ ഈ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം ആകാവുന്നത് ഏത്? എന്താണ് വശങ്ങളുടെ നീളങ്ങളുടെ പ്രത്യേകത? ഒരു ത്രികോണത്തിന്റെ ഏത് രണ്ട് വശങ്ങളുടെ തുകയും മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കും. ഇവിടെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു വശം എടുത്താൽ മറ്റ് രണ്ട് വശങ്ങളുടെ തുക എത്രയാണ് എന്ന് കണ്ടെത്താൻ പറ്റും. അതായത് 40-ൽ നിന്ന് 22 പോയാൽ എത്രയാ? 18. അപ്പോൾ രണ്ട് വശങ്ങളുടെ തുക 18. ചുറ്റളവ് 40-ഉം രണ്ട് വശങ്ങളുടെ തുക 18-ഉമാണ്. മൂന്നാമത്തെ വശം 22 ആവാൻ പറ്റുമോ? ഇല്ല. കാരണം രണ്ട് വശങ്ങളുടെ തുകയായ 18 മൂന്നാമത്തെ വശമായ 22-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ത്രികോണം ആവാൻ പറ്റില്ല. 21 സെന്റിമീറ്റർ ആണെങ്കിലോ? അപ്പോൾ എത്രയായിരിക്കും രണ്ട് വശങ്ങളുടെ തുക? ചുറ്റളവ് 40 സെന്റിമീറ്ററിൽ നിന്ന് 21 പോയാൽ തുക 19 എന്ന് കിട്ടും. ആ 19 മൂന്നാമത്തെ വശമായി എടുക്കുന്ന 21-നേക്കാൾ കുറവാണ്. അതുകൊണ്ട് 21 സെന്റിമീറ്റർ അല്ല മൂന്നാമത്തെ വശം. ഇനി 20 സെന്റിമീറ്റർ ആണെങ്കിലോ? രണ്ട് വശങ്ങളുടെ തുകയും മൂന്നാമത്തെ വശവും സമമാണ്. അങ്ങനെയാണെങ്കിലും ത്രികോണം ആയിരിക്കില്ല. 19 സെന്റിമീറ്റർ ആണെങ്കിലോ? ഒരു വശം 19 സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ട് വശങ്ങളുടെ തുക 40-ൽ നിന്ന് 19 പോയത് 21. 21 എന്നുള്ളത് 19-നേക്കാൾ കൂടുതലാണ്. അതായത് രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഒരു വശം എത്രയായിരിക്കും? 19 സെന്റിമീറ്റർ. ഉത്തരം 19 സെന്റിമീറ്റർ.